ഹലോ ട്രേഡേഴ്സ്, നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഇന്ന് ബുധനാഴ്ച ദിവസം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വളരെ സമാധാനപൂർവ്വം മാർക്കറ്റ് കടന്നു പോയിട്ടുണ്ട്. ഒരു പോസിറ്റീവായ രീതിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് എന്നാണ് എൻ്റെ പക്ഷം. കാരണം നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റി ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് 22,352 സപ്പോർട്ട് എടുത്തതിനു ശേഷം ഇൻട്രാഡേ ലോയിൽ നിന്ന് 152 പോയിന്റ് ഉയർന്ന് നിഫ്റ്റി 22,445 നിഫ്റ്റി ക്ലോസ് ആയിട്ടുള്ളത്. ആക്ച്വലി നിഫ്റ്റി ഇന്നത്തെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് നിഫ്റ്റി മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. മാർക്കറ്റ് ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് നോക്കാം. ഇന്ന് ഒട്ടുമിക്ക എല്ലാ ഇൻഡെക്സും ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. എന്നാൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് റെക്കോർഡ് ഹൈ ആയിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. റിയാലിറ്റി സ്റ്റോക്കുകൾ ഇന്നലെ ശക്തമായ ഒരു റാലിക്ക് ശേഷം ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. മണപ്പുറം, മുത്തൂറ്റ് തുടങ്ങിയ കമ്പനീസ് ഗോൾഡിൻ്റെ പ്രൈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയർന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകൾ രണ്ടും ഇന്ന് നേട്ടം കൈവരിച്ചു. ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ്, മസഗോൺ ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേൾഡ് ബാങ്ക് ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തു. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ന്യൂ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ടൈം ഹൈ ആണ്. RBIയുടെ മോണിറ്ററി പോളിസി ഫ്രൈഡേ ആണ്. നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 50-ൽ നിന്ന് 25-ലേക്ക് കുറച്ചു. ഫിൻ നിഫ്റ്റി ലോട്ട് സൈസ് 40-ൽ നിന്ന് 25-ലേക്ക്, കൂടാതെ തന്നെ മിഡ് ക്യാപ്പ് 75-ൽ നിന്ന് 50-ലേക്ക് കുറച്ചു എന്നുള്ളതാണ് നമുക്ക് പൊതുവേ ഇന്നത്തെ മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിഫ്റ്റിയിൽ ഇന്ന് മികച്ച നേട്ടം കൈവരിച്ച സ്റ്റോക്കുകൾ ശ്രീരാം ഫിനാൻസ്, NTPC, ഡിവിസ് ലാബ്, TCS, ആക്സിസ് ബാങ്ക് 1.5 മുതൽ 3.5% വരെ. FMCG സ്റ്റോക്കുകളിൽ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നെസ്ലെ, ബജാജ് ഓട്ടോ, ഡോക്ടർ റെഡ്ഡി, കൊട്ടാക് ബാങ്ക്, ബ്രിട്ടാനിയ തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 2.5% വരെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം നെസ്ലെ തന്നെയാണ്. ഇമാക്കി എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി നെസ്ലേനെ ഡൗൺഗ്രേഡ് ചെയ്തു. സ്റ്റോക്ക് ഇന്ന് ഫോളോ ആയിട്ടുണ്ട്. മാരുതി കമ്പനി ഇന്ന് മികച്ച ഒരു മൈൽ സ്റ്റോൺ 30 ലക്ഷം കാറുകൾ വളരെ വേഗത്തിൽ നിർമ്മിക്കുന്ന ഒരു മികച്ച ഒരു മൈൽ സ്റ്റോൺ നാഴികക്കല്ല് കമ്പനിക്ക് നേട്ടം കൈവരിച്ചു. യെസ് ബാങ്കിൻ്റെ Q4 അപ്ഡേറ്റ് ആണ്. Q4 റിസൾട്ട് അല്ല. Q4 റിസൾട്ടിന് മുമ്പ് കമ്പനികൾ നടത്തുന്ന അവരുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ചുള്ള ആ ഒരു ന്യൂസാണ്. യെസ് ബാങ്ക് ഡെപ്പോസിറ്റ് എല്ലാം തന്നെ 22% ഉയർന്നു. ഐഡിയ അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരുന്നു. 20,000 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്ന തീരുമാനം ബോർഡ് അംഗങ്ങൾ അംഗീകാരം കൊടുത്തു. അദാനി ഗ്രീൻ കമ്പനി 10,000 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി നിർമ്മിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായിട്ട് അദാനി ഗ്രീൻ മാറി. IPO വരുമ്പോൾ ഭാരത് ഹെക്സാകോൺ IPO ഓപ്പൺ ആയിട്ടുണ്ട് ഇന്ന്. കൂടാതെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ ബേസ് ചെയ്തിട്ടുള്ള EPS കമ്പനിയായിട്ടുള്ള SRM കോൺട്രാക്റ്റ് ഇന്ന് 7% ലിസ്റ്റിംഗും കിട്ടി. തോമസ് കുക്ക് ഒരു ട്രാവൽ സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. ട്രാവൽ മേഖലയിൽ ഇനിയും ഗ്രോത്ത് ഉണ്ടാവുമെന്ന് കമ്പനി അഭിപ്രായപ്പെട്ടു. VIP ഇൻഡസ്ട്രീസ്, ബാങ്കൊക്കെ ഉണ്ടാക്കുന്ന കമ്പനീസ് കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്കൗട്ട് ഉണ്ടായിരുന്നു. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി അപ്പർ സർക്യൂട്ട് ആയിട്ടുണ്ട്. മികച്ച ഒരു ഫിനാൻഷ്യൽ റിസൾട്ടിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് കാരണം. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ഫെവിക്വിക്കിൻ്റെ നിർമ്മാതാക്കളാണ്. വിപണിയിലേക്ക് 4 പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. അൾട്രാടെക് സിമെൻറ്റ് രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ സിമെൻറ്റ് നിർമ്മാണം നടത്തുന്ന കമ്പനി 32,400 കോടി രൂപ. കമ്പനി അടുത്ത ഒരു 3 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ പല പ്ലാന്റുകളും പുതിയതായിട്ട് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ട്. HCL ടെക് കമ്പനി ഗൂഗിൾ ക്ലൗഡായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. അവന്യൂ സൂപ്പർ മാർക്കറ്റ് 365 സ്റ്റോറുകൾ കമ്പനി ചെയ്തു. വികാസ് എക്കോ ടെക് കമ്പനി സെബി ഇവർക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് വാർണിംഗ് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബ്രിഗേഡ് റിയാലിറ്റി കമ്പനിയാണ്. ഇവർ ബാംഗ്ലൂരിൽ ഒരു പുതിയ ഒരു ഓഫീസ് സ്പേസ് കമ്പനി കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. KEC ഇൻ്റർനാഷണൽ 800 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. ഫെഡറൽ ബാങ്ക് ഡെപ്പോസിറ്റ് ഗ്രോത്ത് 18% ഉയർന്നതായിട്ടുള്ളൊരു ന്യൂസ്. സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് കമ്പനി RBI ഇവരുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഡീഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് അപ്രൂവൽ കൊടുത്തതായിട്ടുള്ളൊരു ന്യൂസാണ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് കമ്പനിയിൽ ഉള്ളത്. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള സ്റ്റോക്കിംഗ് ന്യൂസുകൾ. നേരത്തെ നമ്മൾ കണ്ടതാണ് സ്റ്റോക്കുകളുടെ വാർത്താ അപ്ഡേറ്റുകൾ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. കൂടാതെ തന്നെ നാളെ ഇപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റും പരിശോധിക്കാം. ഈ ഒരു ആഴ്ചയിൽ കൊച്ചിയിലും കോഴിക്കോടായിട്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല
പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് സ്വിംഗ് ട്രേഡ് കോഴ്സും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടോ ജോയിൻ ചെയ്യാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ നിഫ്റ്റി 21,450 സ്പോട്ട് ഉള്ളത്. PCR 0.85 ആണ്. മേജർ സപ്പോർട്ട് സോൺ 22,000 തന്നെയാണ് നിലകൊള്ളുന്നത്. 22,800 മേജർ റെസിസ്റ്റൻസ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം യൂറോപ്യൻ മാർക്കറ്റ് 3 ഫ്ലാറ്റാണ്. അതിന് മുകളിലുള്ള ബിറ്റ്കോയിൻ 66,000. ഏഷ്യൻ മാർക്കറ്റ് അതിന് മുകളിലുള്ളത് റെഡിലടച്ചു. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $22,272 പെർ ഔൺസ് എന്ന നിലയിലാണ് ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് നാളെ രാവിലെ എത്താം. താങ്ക് യു ഓൾ.